വെനിയർ പൂവിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ വർഷയാണെങ്കിൽ ഛർദ്ദിക്കാനായിട്ട് തുടങ്ങുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മൾ വർഷയ്ക്ക് ഇതെന്ത് പറ്റിയെന്ന് സച്ചിയും രേവതിയും അച്ഛനും ചിന്തിക്കുന്നു. അങ്ങനെ ഛർദി കഴിഞ്ഞ് നമ്മുടെ വർഷം വന്നിരിക്കുമ്പോൾ എന്താ പറ്റിയതെന്ന് സച്ചി മെല്ലെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ വർഷയാണെങ്കിൽ സച്ചിയോട് പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ചു, അതിൻ്റെ വല്ല ഫുഡ് പോയ്സൺ ആയിരിക്കും എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഇന്നലെ നീ ഇവിടെ നിന്നല്ലേ കഴിച്ചത്, അപ്പോൾ ഞങ്ങൾക്കാർക്കും കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ അല്ല ചേച്ചി, ഞാൻ ഇന്നലെ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായി എന്ന് പറയുന്നു. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, മോനെ നീ എന്തായാലും ഇവിടെയും കൊണ്ട് ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വാ, 3-4 തവണ ഛർദ്ദിച്ചെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ പോവാനായിട്ട് പറയാണ്. അല്ല ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുന്നു. അതൊന്നും പറ്റില്ല, പോയിട്ട് വാ എന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ഞാനും കൂടി വരണമോ എന്ന്. ഇതേ സമയം വരണ്ടേട്ടത് ഞങ്ങൾ പോയിക്കോളാമെന്ന് പറയുന്നു. അങ്ങനെ രേവതിയാണെങ്കിൽ വർഷ ഗർഭിണിയാണെന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഛർദ്ദിച്ചപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു എന്ന് പറയുമ്പോൾ രവി വഴകുന്നുണ്ട്, അതിനൊക്കെ സമയമെടുക്കും, അവർ പുതിയ കുട്ടികളല്ലേ മോളെ എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അതാ വർഷയും നമ്മുടെ ശ്രീകാന്തും ആശുപത്രിയിലെത്തിയിരിക്കുകയാണ്. ചെക്കപ്പിന് ശേഷമാണെങ്കിൽ ഡോക്ടറാണെങ്കിൽ വർഷയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഗർഭിണിയാണെന്ന്. വർഷ ആകെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്